ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശനിയാഴ്ച, കുഞ്ഞുങ്ങൾക്കൊന്നും സ്കൂളില്ലാത്ത ദിവസമാണ്. ആരും എണീറ്റിട്ടില്ല. അപ്പോൾ ഞാനും തന്നെ പതുക്കെ എണീറ്റാൽ മതി എന്ന രീതിയിൽ ഞാനും നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞ് പോയതിന് ശേഷം ഞാനങ്ങ് കയറി കിടന്ന്. അപ്പോൾ എണീറ്റ് നോക്കുമ്പോൾ സമയം 8 മണിയായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇന്നലെ രാത്രി ഞാൻ കടല വെള്ളത്തിലിട്ടായിരുന്നു, ഗ്രീൻ പീസ് കടലക്കറി അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് രാവിലെ തോന്നി പൂരി ഉണ്ടാക്കാം. അങ്ങനെ പൂരിക്കുള്ള മാവൊക്കെ കുഴച്ച് ഞാൻ ഗോതമ്പ് പൊടിയും കുറച്ച് മൈദയും കുറച്ച് റവയും കുറച്ച് പഞ്ചസാരയും ഉപ്പും ഒക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്ത് ഇനി എണ്ണയ്ക്കൊന്ന് തേച്ചവിടെ ഒരു അരമണിക്കൂർ സെറ്റായി കിടക്കട്ടെ. നമുക്കൊന്ന് അടച്ച് മാറ്റി വെക്കാം. ഇനി മുറ്റൊക്കെ ഒന്ന് തൂത്ത് കടലക്കറിയും തന്നെ അടുപ്പിൽ വെച്ച് കണ്ട് മുറ്റം തൂക്കാൻ പോയാൽ അവരെണീക്കുമ്പോഴത്തേനും അതെല്ലാം റെഡി ആവുമല്ലോ. അങ്ങനെ ഗ്രീൻ പീസും കിഴങ്ങും സവാളയും പച്ചമുളകും ക്യാരറ്റും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടത് അടുപ്പത്ത് വെച്ച്. കാരണം അവർക്ക് സ്കൂളില്ലാത്തപ്പോഴേ ഉള്ളൂ കുറച്ച് നേരം കിടക്കാൻ പറ്റുക. സ്കൂളിട്ട് വന്നാൽ ട്യൂഷന് പോകണം, ട്യൂഷൻ വിട്ടെന്നാൽ മദ്രസ്, അതെല്ലാം പാടെ കഴിയുമ്പോൾ തന്നെ 8 മണി 8:30 ആകും. അതുപോലെ ഖുർആൻ ക്ലാസ്സും ഓൺലൈൻ ക്ലാസ്സും ഇതെല്ലാം കഴിയുമ്പോഴേക്കിന് പിന്നെ സ്കൂളത്തെ എഴുതാനും ഹോംവർക്ക് ഉണ്ടാവും, മാത്സ് അയിമിക്ക് കുറേ എഴുതാനുണ്ടാവും. അത് കഴിഞ്ഞ് കിടക്കുമ്പോൾ 11 മണി 11:30 മണിയാവും. അതാവാതെ അവർക്കൊന്നും തന്നെ ഇപ്പോൾ ഉറക്കം വരത്തില്ല, സ്ഥിരം അങ്ങനെ കിടന്നുകൊണ്ടേ. അതുകൊണ്ട് ഞാൻ വിളിച്ചില്ലൊക്കെ എണീറ്റ് വരട്ടെ എഴുതി. അങ്ങനെ പിന്നെ മുറ്റമൊക്കെ ഞാൻ തൂക്കാൻ കയറി. മുറ്റം പിന്നെ എളുപ്പമുണ്ട്. ഞാൻ മഴ ഇല്ലെങ്കിൽ ഞാൻ എന്നും മുറ്റം തൂക്കും. നീ ചൂലുകൊണ്ട് എളുപ്പമുണ്ടല്ലോ തൂക്കാൻ, നടു ഇതൊന്നും പോകത്തില്ലല്ലോ. നിന്നുകൊണ്ട് അങ്ങനെ നീക്കി കൊടുത്താൽ മതി. അങ്ങനെ പിന്നെ ഇന്നലെ ഞാൻ തുണി കഴുകിയിട്ടായിരുന്നു. അപ്പോൾ അത് ചിക്കിയിട്ടില്ലായിരുന്നു. ഡ്രൈ വാഷിന് എന്തോ കംപ്ലൈൻ്റ് ഉണ്ട്. തുണി അങ്ങ് ഉണങ്ങി കിട്ടുന്നില്ല ഇപ്പോൾ. അപ്പോൾ ഞാൻ വെള്ളം തോരാത്തതുകൊണ്ട് അവിടെ തന്നെ ഇട്ടേന്. ഒന്നാമത് 4 പാൻറ്റും കൂടെ ഉണ്ടെങ്കിൽ വലിച്ചൂരാനും പാടാണ്, ഈ സെമി ആയതുകൊണ്ട്. ഓട്ടോമാറ്റിക്കാണെങ്കിൽ നമുക്കെല്ലാം ചെയ്ത് തരുമല്ലോ, അത് നമ്മൾ തന്നെ വലിച്ചൂരിയെടുക്കണം. പിന്നെ രാവിലെ ചിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരം വെളുത്തിട്ടാണ് പിന്നെ ഞാനതൊക്കെ ചെയ്തത്. ഇനി അതെന്താ കംപ്ലൈൻ്റ് ഒന്ന് കാണിക്കണം. മഴക്കാലം വന്നാലാണ് കുഞ്ഞുങ്ങളെ യൂണിഫോമൊന്നും ഉണങ്ങി കിട്ടൂലെങ്കിലാണ് പാട്. അങ്ങനെ പിന്നെ ഞാൻ അകത്ത് കയറി മുറ്റം തൂക്കലും തുണി വാരലും ഇതൊക്കെ കഴിഞ്ഞ് കടലൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെള്ളരിക്ക ഉണ്ടായിരുന്നു, എന്നാൽ വെള്ളരിക്ക ഇട്ട് മോര് കാച്ചിയെടുക്കുക. മീൻ കറി ഉണ്ട് വെച്ചത്, പിന്നെ കുറച്ച് കൊഞ്ചുണ്ടായിരുന്നു, അത് മസാല വെച്ച് വെച്ചിട്ട് ഞാൻ വറുക്കാൻ. അങ്ങനെ അത് അടുപ്പത്തങ്ങ് വെക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് തന്ന് സപ്പോർട്ട് ചെയ്യുക. കറിയൊക്കെ അതിന് ചായയും കൂടി അതിന് ശേഷം നമുക്ക് പൂരിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതിന് കറിക്കുള്ള നാളികേരം കൂടി അരച്ച് വെക്കട്ടെ. ചിലപ്പോൾ കരണ്ട് അങ്ങ് പോവും, ശനിയാഴ്ചയല്ലേ. പിന്നെ ഒന്നാമത് ഞാൻ പെട്ടെന്ന് പണി തീർക്കട്ടെ. ഞാൻ ഈ അടുക്കളയിൽ നിന്നിങ്ങനെ ഒത്തിരി നേരം എനിക്ക് അടുക്കളയിൽ സമയം ചിലവഴിക്കണ ഇഷ്ടമല്ല. ഇതിൻ്റെ ജോലി വേഗം തീർന്നാൽ ഞാൻ വേഗം ഓടും. തീർന്നില്ലെങ്കിൽ എനിക്കൊരു ടൈമുണ്ട്, ആ ടൈം കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുക്കളയിൽ നിൽക്കത്തില്ല. എനിക്കിവർ സ്കൂളിൽ പോകണ ആ ടൈം വരെയുള്ളൂ ഞാൻ ഇതിനകത്ത് നിൽക്കുക. പിന്നെ ഞാൻ ഫ്രീ ആയി തയ്ക്കാണ്ടെങ്കിൽ തയ്ക്കാൻ, അല്ലെങ്കിൽ കയറി കിടക്കും, അല്ലെങ്കിൽ ഇവർ സ്കൂളിൽ പോയിട്ടൊന്ന് ഉറങ്ങും. അപ്പോൾ ഉറങ്ങി എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റും. പിന്നെ ഒരു 3:30 ആകുമ്പോൾ വരുന്നതുകൊണ്ട് നമുക്ക് മനസ്സോയിന് ഉറങ്ങാൻ പറ്റത്തില്ല ഉച്ചക്ക്. പിന്നെ ഉപ്പേരിക്കനിടയ്ക്ക് ഇതുണ്ടായിരുന്നു, ബീട്രൂട്ട് പച്ചക്കറി ഉടനീല്, അതിൻ്റെ കൂടെ പയറുണ്ടല്ലോ, ചെറിയ പയർ കണ്ടുകൂടാത്. അപ്പോൾ അതും കൂടെ ഇട്ട് കണ്ടതിന് അങ്ങനെ മെഴുക്കരട്ടാന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും കുളിയും ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ. ഒറ്റൊന്നിനും വിളിച്ചിട്ട് വരുന്നില്ല, ഒക്കെ അവിടെ ടി വിൻ്റെ മുന്നിലിരിക്കുന്നു.
ഞാൻ പിന്നെ അവരെ കാത്തൊന്നുന്നില്ല, അവർ വരുന്നുള്ളൂ. ഞാൻ ചായ കുടിച്ച് എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ട്. നാളികേരൊക്കെ അരച്ച് അപ്പോൾ പിന്നെ മോരച്ച് കുമ്പളങ്ങനെ വെള്ളരിക്ക കുമ്പളങ്ങ എന്നാണ് പറയുന്നത്. വെള്ളരിക്കൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്തൊക്കെ ഇട്ട് ഇനി അതൊക്കെ ഒന്ന് താളിച്ചെടുത്ത് കുറച്ച് പാത്രം കഴുകാണ്ട് എൻ്റെ അച്ചാർ കഴിഞ്ഞിരിക്കണം. ഞാൻ പറയുമ്പോൾ എപ്പോഴും അച്ചാറിടും. അച്ചാർ എനിക്ക് നിൽക്കത്തില്ല. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഒരു മാങ്ങ ചമ്മന്തി അരച്ച് കൊഞ്ചൊക്കെ ഇട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക.